ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സീജ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സീജ, യഥാർത്ഥ പേരല്ല. എനിക്ക് 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഇതുവരെയും കുട്ടികളില്ല. ഹസ്ബൻഡ് ഞാനും പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണ് പ്രശ്നമെന്ന് ഏകദേശം 1 വർഷത്തിന് മുമ്പ് അറിഞ്ഞു. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പഠിക്കുന്ന കാലത്ത്, ചെറുപ്പകാലം മുതലേ ഞാൻ അതീവ സുന്ദരിയായിരുന്നു. പലരുടെയും ഒരു മോഹപക്ഷിയായിരുന്നു ഞാൻ. ആണുങ്ങൾ എൻ്റെ പുറകെ ഈയാമ്പാറ്റകളെപ്പോലെ വരുന്നത് കാണുമ്പോൾ എനിക്ക് ചെറുപ്പകാലം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ കൊതിപ്പിക്കാൻ ശക്തമായ പ്രേമബന്ധങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എങ്കിലും എന്നോട് അടുക്കാൻ വരുന്ന ആണുങ്ങളിൽ എനിക്ക് മനസ്സിനെ പിടിച്ച ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാരോട് ഞാൻ എന്തെങ്കിലുമൊക്കെ നടക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു പ്രണയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കുറച്ച് നാണത്തോടെയും അടുപ്പത്തോടെയും ഒക്കെ പെരുമാറും. അതൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ എന്നോടുള്ള ആരാധന മൂക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അധിക സ്ത്രീ സുഹൃത്തുക്കൾ പണ്ട് തൊട്ടേയില്ല. പുരുഷന്മാരാണ് കൂടുതലും. അവരെല്ലാം എൻ്റെ ആരാധകന്മാരുമാണ്. എന്തോ ഒരു റാണിയാണ് ഞാനെന്ന് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചിളക്കം എനിക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നെ ലോകത്തുള്ള പുരുഷന്മാരെല്ലാം കാത്തിരിക്കുകയാണ്. എനിക്ക് ഇവരെ ഒന്നും സ്വീകരിക്കാൻ വയ്യ. ഇനിയും ഇനിയും നല്ല നല്ല ആളുകൾ വരും, പ്രേമിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ എൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഏറ്റവും വലിയൊരു ഗന്ധർവൻ തന്നെ വന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോകും എന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്താണ് മാഡം കുറച്ചൊക്കെ സാഹസിക കൃത്യങ്ങൾ നടത്താനുള്ള ഒരു മനസ്സെനിക്ക് കിട്ടിയത്. കാര്യം അന്നൊക്കെ ആയപ്പോഴേക്കും പ്രേമിച്ചും പ്രേമ ഭാവിച്ചും ഞാൻ മടുത്തു. കാര്യം ഇതിൻ്റെയൊക്കെ അവസാനം എന്തെങ്കിലുമൊക്കെ രസമുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? അതൊന്നും നടക്കുന്നില്ലല്ലോ. അതിനുള്ള സാഹചര്യങ്ങളുമില്ല. പിന്നീടാണ് ഞാൻ സൗന്ദര്യമുള്ള ആണുങ്ങളോട് കുറച്ചൊക്കെ കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 3-4 പേർ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കൊക്കെ ആണുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 തവണയൊക്കെ ഞാൻ ചില മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. ആ മേഖലകളിലെ പരിവർത്തനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ലോകത്ത് എന്തെല്ലാം രസങ്ങളുണ്ടെന്ന്. പിന്നെ വ്യത്യസ്തമായ രസങ്ങൾ ആസ്വദിക്കണമെന്നും എനിക്കന്നേ മനസ്സിലുണ്ട്. എങ്കിലും പേരുദോഷം അതുണ്ടാകാതിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചു. പക്ഷേ കുറച്ചൊക്കെ മാത്രമേ അതിൽ ഞാൻ വിജയിച്ചുള്ളൂ. എൻ്റെ അമ്മയുടെ കാതിൽ എൻ്റെ ലീലാവിലാസങ്ങൾ പലപ്പോഴും എത്തുന്നുണ്ടായിരുന്നു. അമ്മ എന്നെ വഴക്ക് പറയും, എടി നിനക്ക് എന്തിൻ്റെ കേടാണ്? നീ ഒരുങ്ങിപ്പോയി ആണുങ്ങളുടെ പുറകെയും കാറിലൊക്കെ കയറി നടക്കുകയാണോ? അമ്മേ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്നിട്ടാണോ നീ അണക്കെട്ടിൻ്റെ പരിസരത്തും അവിടെയും ഇവിടെയും പാർക്കിലുമൊക്കെ ആണുങ്ങളുടെ കൂടെ ചുറ്റിത്തിരുന്നത്? നിന്നെ പല സ്ഥലത്ത് വെച്ച് കണ്ടവരുണ്ട്. അവരൊക്കെ എന്നോട് വന്ന് പറയുകയും ചെയ്തു. എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയായിരുന്നു. അമ്മയുടെ തൊലി എന്താ ഇത്ര ഉരിഞ്ഞു പോകാൻ? അമ്മയും അച്ഛനും കൂടി പണ്ട് പ്രേമിച്ച് നടന്നിട്ടല്ലേ കെട്ടിയത്? എടി, അത് എൻ്റെ മിടുക്ക്. പക്ഷേ ഞാൻ പ്രേമിച്ചത് ഒരാളെയാണ്. അയാളെ തന്നെ കെട്ടുകയും ചെയ്തു. നീയാണെങ്കിൽ എങ്ങനെയാ, എത്ര പേരെയാണ് പ്രേമിക്കുന്നത്? നീ ആരെയും പ്രേമിക്കുന്നുണ്ടോ? എടി, നിൻ്റെ വസ്ത്രങ്ങൾ അലക്കാൻ എടുത്തപ്പോൾ പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എന്താടി അതിൽ പരിഹരിക്കാൻ പറ്റാത്ത പല കറപ്പാടുകളും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം എനിക്കല്ലാതെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിനക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നും ഓരോരോ കാര്യങ്ങൾ കാണണമല്ലോ. ഇത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. എടി, നീ മതിൽ ചാടി നടക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അബദ്ധം സംഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല. നിൻ്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ കൂടെ ഇറക്കി വിടും. അത്രേ ഉള്ളൂ. നിനക്കറിയാമല്ലോ. അമ്മ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്ങനൊന്നുമില്ലെങ്കിലും നീ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാമടി. അമ്പലക്കുളം പോലാണ് നിൻ്റെ സ്വഭാവമെന്ന് എനിക്കറിയാം. ആർക്കും വന്ന് കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അമ്മയ്ക്ക് ഏകദേശം എൻ്റെ ക്യാരക്ടർ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഒത്തിരി പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചില്ല. എങ്കിലും വ്യത്യസ്തമായ പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ത്വര കൊണ്ട് ഞാൻ ചില ത്വരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വലിയ ഇൻ്റർനാഷണൽ കുറ്റമാണോ മാഡം?
ഇപ്പോഴത്തെ കാലത്ത് ആർക്കാ രണ്ടും മൂന്നും കാമുകന്മാരും കാമുകിമാരും ഒക്കെ ഇല്ലാതിരിക്കുക? എൻ്റെ കൂട്ടുകാരൊന്നും ചെയ്തതിൻ്റെ പകുതി കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. എങ്കിലും സുന്ദരി ആയതുകൊണ്ട് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാലും ആളുകൾ എന്നെ ശ്രദ്ധിക്കും. പിന്നെ ഗോസിപ്പുകളും കൊതിക്കറുകളും ഒക്കെ എൻ്റെ നേർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേരുദോഷം നന്നായിട്ടുണ്ടായിരുന്നു. PG കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടെ വലിയ സാലറി ഒന്നുമില്ല, പക്ഷേ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരമാണ്. അവിടെ വെച്ചാണ് എന്നെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സൗന്ദര്യമുള്ള പുരുഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വീട്ടിൽ വന്ന് അയാൾ ചോദിച്ചു. ഞാനന്ന് ഒത്തിരി കൊതിച്ചു. കാരണം സൗന്ദര്യവും പണവും നല്ല ജോലിയും ഒക്കെയുണ്ട്. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് ആ കല്യാണം മുടക്കിയത്. അവളാണെങ്കിൽ അങ്ങേരോട് ഡയറക്റ്റ് ചെന്ന് പറഞ്ഞു കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു, എനിക്ക് 5-6 പ്രേമമുണ്ടായിരുന്നു എന്ന്. ഞാനും അവളും തമ്മിൽ ഒരു കോളേജിൽ പഠിക്കുന്നു, ഒരു നാട്ടുകാരാണ്, അത്ര മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്നോട് ദേഷ്യം തോന്നാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അവൾ ഇത്തിരി സൗന്ദര്യമില്ലാത്ത പെണ്ണാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആക്ടിവിറ്റീസിനോട് അവൾക്കെന്തോ അസൂയുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഇളക്കങ്ങൾ മറ്റുള്ളവർക്ക് പ്രശ്നമാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഭൂലോകം മുഴുവനും എൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ആ ആലോചന അലസിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇളകിയതുപോലെയോ മനസ്സിൽ വിചാരിച്ചതുപോലെയോ കല്യാണം പെട്ടെന്ന് നടക്കില്ല. അതൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളാണെന്ന്. ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ഓർത്ത് ഒത്തിരി ദിവസം ഞാൻ കരഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇടീ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രേമിച്ചെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ നീ ഇനി പ്രേമിച്ചാലോ കല്യാണം കഴിച്ചാലോ അടങ്ങി ഒതുങ്ങി അവൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് നാളൊക്കെ മുമ്പ് ഞാൻ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വീട്ടമ്മയാകാൻ ആഗ്രഹമുണ്ട്, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ ആഗ്രഹം ഈ നാട്ടിൽ നിൽക്കുന്നിടത്തോളം നടക്കില്ല മോളെ. കാര്യം നിൻ്റെ പേര് ദോഷം അത് നീ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. നിൻ്റെ അച്ഛനില്ലേ ചുമ്മാതാന്ന് പറയും. അങ്ങേർക്ക് ഇതൊന്നും അറിയില്ല. കാര്യം ഒരു പൊട്ടനാണ്. 100 ആണുങ്ങൾ നിൻ്റെ പുറകെ നടക്കുന്ന പോലെ തന്നെ 100 പെണ്ണുങ്ങളും നിന്നെ നോക്കിയിരിപ്പുണ്ട്. പെണ്ണുങ്ങൾ മുഴുവനും നിൻ്റെ ശത്രുക്കളാണ്. നിൻ്റെ കല്യാണം ഇനിയും മുടങ്ങുമെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ ജോലി അങ്ങ് നിർത്ത്. എന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ മാമിയില്ലേ അവരുടെ കൂടെ പോയി മലപ്പുറത്ത് നിൽക്ക്. അപ്പോൾ നിൻ്റെ കല്യാണം നടക്കും. അതെങ്ങനെ അമ്മേ മലപ്പുറത്ത് പോയി കഴിഞ്ഞ് കല്യാണം നടക്കുന്നത്? എടീ ഇവിടെ നിന്ന് എത്രയോ ദൂരമാണ്. നിൻ്റെ ഹിസ്റ്ററി ഒന്നും ആർക്കും അറിയില്ല. അവിടെങ്ങാനുള്ളൊരു ചെറുക്കനെ നീ കണ്ടുപിടിക്കുക. അവിടൊക്കെ നല്ല സൂപ്പർ ചെക്കന്മാരുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ അവിടെ നമുക്ക് കല്യാണം ആലോചിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ നടക്കുമോ? പിന്നെ നീ പോയാൽ മതി, അവരെവിടെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരും. അപ്പോൾ പിന്നെ നീ കെട്ടി ഒരുങ്ങി പോകുമ്പോഴേക്കും ആണുങ്ങളെ കണ്ട് എന്തായാലും നിൻ്റെ പുറകെ വരും. ഈ നാടല്ലാത്തത് കൊണ്ട് നിൻ്റെ കല്യാണം നടക്കുകയും ചെയ്യും. ഇതൊന്നും നിൻ്റെ അച്ഛനോട് എനിക്ക് വിസ്തരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ആൻറ്റിയുടെ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആൻറ്റിയുടെ കൂടെ പോയത്. അവർക്ക് 2 പെൺമക്കളാണ്. കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ആൻറ്റിയുടെ അങ്കിളിനെ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സന്തോഷമായിരുന്നു. എനിക്കാണെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി വാങ്ങിച്ചു തരികയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് പോയി വരുന്നത്. അവിടെയും എൻ്റെ ചുറ്റിനും ഒത്തിരി പേര് കൂടി മാഡം. അതിനിടയ്ക്കാണ് നമ്മുടെ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട എല്ലാം കൊണ്ട് പറ്റുന്ന ആദ്യത്തെ വന്ന ആ ഒരു വിവാഹാലോചന പോലെയല്ലേ അതുപോലൊരു സുന്ദര ചെക്കൻ വന്ന് എൻ്റെ കാര്യങ്ങൾ ചോദിച്ചത്. അങ്ങേര് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ബാംഗ്ലൂരിൽ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് സ്ഥലം മാറ്റി കിട്ടിയത് കോയമ്പത്തൂരാണ്. എനിക്കാണെങ്കിൽ അവിടെ പോയി നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. വെള്ളവും വായുവും ഒന്നും എനിക്കങ്ങോട്ട് പിടിച്ചില്ല മാഡം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാമെന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മിക്കാറും അവിടെ കാണുകയില്ല. ഒരു മകളുണ്ട് അമ്മയ്ക്ക്. ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകും. തനിയെ ജീവിക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അമ്മായിമ്മയുടെ ആ പ്രവൃത്തിയിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് 3 ആഴ്ച കുടിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പണ്ടും ആവശ്യമാണ്
ഇന്നും ആവേശമാണ്. എന്നെ ഒരു ദേവത പോലെയാണ് കാണുന്നത്. കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കാണ് ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അദ്ദേഹത്തിന് അതിൽ പ്രശ്നമൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്കും അച്ഛനും അമ്മായിയമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് പ്രശ്നം. അവരാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഞാൻ പണ്ട് നടന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതാണ് അമ്മ പറയുക. ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തി നോവിക്കും. പണ്ട് ഞാൻ പറഞ്ഞതാ അഴിഞ്ഞാടി നടക്കരുതെന്ന്. കണ്ട കാറിലും ഡാമിലും കാട്ടുപൊന്തലും ഒക്കെ പോയതിൻ്റെ ഗുണമാണ് നീ ഇപ്പം അനുഭവിക്കുന്നതെന്ന് പറയും. അതൊന്നുമല്ല, എനിക്ക് ചെറിയ സിസ്റ്റാ എന്ന് പറയുമ്പം സിസ്റ്റം നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അമ്മ വായിൽ കൊള്ളാത്ത ചില പദങ്ങളും പറയും. മാഡം, എന്ത് ചെയ്യാനാ? അമ്മയുടെ വായി മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അമ്മ എൻ്റെ വിവരങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചൊറിയുമ്പോൾ ഞാനും അങ്ങ് ചൊറിയും. ഭർത്താവ് എന്നെ താലോലിക്കുന്ന ടൈപ്പാണ്, സ്നേഹിക്കുന്ന ടൈപ്പാണ്. യാതൊരു കുറവും പറയാനില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായല്ലോ. ആ കാമുകന്മാരെക്കാളൊന്നും ബെറ്റർ അല്ല എൻ്റെ ഭർത്താവ്. മുഖസൗന്ദര്യവും പിന്നെ സാഹചര്യങ്ങളും ജോലിയും ഒക്കെ ബെറ്ററാണ്. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ ബെറ്റർ അല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നിലനിൽപ്പിനും സ്നേഹത്തിനും വേണ്ടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകൂ. എൻ്റെ പഴയ സ്വഭാവം പുറത്തെടുത്തു കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാക്സിമം ഞാൻ നല്ലവളായി തന്നെയാണ് ജീവിച്ചത്. ഇതിനിടയ്ക്കാണ് എൻ്റെ ഭർത്താവിൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചി. ആ ചേച്ചി എനിക്ക് നേരത്തെ അറിയാം, കല്യാണം കഴിച്ച് ചെന്നപ്പോഴേ അറിയാം. ഹസ്ബൻഡിന് ഗൾഫിലാണ് ജോലി. പക്ഷെ പുള്ളി 6 മാസം കൂടിയിരിക്കുമ്പോൾ വരും. ഒരു കുട്ടിയുമുണ്ട്. ആദ്യകാലത്തൊക്കെ അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഈ വീട് ചേച്ചിയുടെ പേരിലായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇങ്ങോട്ട് താമസം മാറി. ഇവിടെ പിന്നെ ചേച്ചിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവർ വിദേശത്തേക്ക് പോയി അവരുടെ മകൻ്റെ കൂടെ. അങ്ങനെ ചേച്ചിയും മകനും മാത്രമാണ് അവിടെ താമസം. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരനും വരും. പക്ഷേ ചേച്ചിക്ക് എന്നെ വലിയ കാര്യമാണ്. ചിലപ്പോഴൊക്കെ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് കൊണ്ടുതരും. എനിക്ക് കുട്ടികളുണ്ടാകാത്തിൽ ചേച്ചിക്ക് വിഷമമുണ്ട്. ചേച്ചി പറയും, എനിക്കാണെങ്കിൽ കുട്ടികളൊന്നും വേണമെന്നില്ലായിരുന്നു, പക്ഷേ പെട്ടെന്നുണ്ടായി. ഇനിയിപ്പം രണ്ടാമതൊരു കുട്ടി ഇപ്പോഴെങ്ങും വേണ്ട. എനിക്കാണെങ്കിൽ അതിൻ്റെ ഒന്നും പുറകെ പോകാൻ വയ്യ, വലിയ പാടാണെന്നേ എന്ന് പറയും. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിലോ വിവാഹത്തിലോ കുട്ടികളിലോ അതിനെ വളർത്താനോ ഒന്നും താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡ് 3 ആഴ്ച കുടിക്കുമ്പോഴൊക്കെയാണല്ലോ വരുന്നത്. ഞാൻ പറയും, ചേച്ചിയുടെ ഹസ്ബൻഡ് 6 മാസം 8 മാസം 1 വർഷമൊക്കെ ഗ്യാപ്പിലല്ലേ വരുന്നത്. ഓ, അങ്ങനെ വന്നാൽ മതി മോളെ, 2 വർഷം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് ഞാൻ പറയും. പക്ഷേ അങ്ങേർക്ക് അവിടെ എനിക്ക് പൊറുതിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ചേച്ചി എന്താ ഒരുമാതിരി ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നത്? ഭർത്താക്കന്മാർ വരുന്നത് ഇഷ്ടമല്ലേ? ഞാനാണെങ്കിൽ ചേട്ടനെ നിർബന്ധിക്കും. നീ എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അവൻ എന്തൊരു സുന്ദരനാണ്. അതുപോലെ സൗന്ദര്യമുള്ള ഒരാളിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം ചെയ്യണം. അതിന് ചേച്ചിയുടെ ഹസ്ബൻഡ് നല്ല സുന്ദരനാണല്ലോ. ഓ, എന്നാലും നിൻ്റെ ഭർത്താവിന് അത്രയും വരില്ലല്ലോ. നിനക്കാണെങ്കിൽ അവൻ്റെ കൂടെ പോയി താമസിച്ചുകൂടെ? നീ എന്തിനാണ് ഇവിടെ താമസിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങോട്ട് വരണേ നിർബന്ധിക്കുന്നത്? അത് ശരിയല്ല. ഭാര്യയാണെങ്കിൽ അടുത്ത് തന്നെ നിൽക്കണമെന്ന്. എന്നിട്ട് ചേച്ചിക്ക് ഈ വലിയ ആവേശമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, അങ്ങേര് വന്നു കഴിഞ്ഞാൽ പേക്കോത്തൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, അതൊന്നും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല മോളെ. താക്കോൽ പഴുതിൽ അതിന് പറ്റിയൊരു പൂട്ട് ഇട്ട് തിരിച്ചാലേ താഴെ തുറന്ന് വാതിൽ തുറക്കൂ. അതെ ചേച്ചി, അതിന് പകരം ഒരു തേക്കിന് തടി കൊണ്ടുവന്ന് താക്കോൽ പഴുതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിൽ തുറക്കുമോ മോളെ? ഇല്ല ചേച്ചി, ആ അവസ്ഥ എനിക്ക് അങ്ങേര് വരുമെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ മോളെ, കൈകാര്യം ചെയ്യാനാവില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി വർഷങ്ങളായില്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, ഒരു കുട്ടിയുമുണ്ട്. അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഈസി അല്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. എന്ത് ഈസി? നീ പറയുന്ന പോലെയും മറ്റുള്ളവർ പറയുന്ന പോലെയൊന്നും എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ല. എനിക്കെന്തായാലും കൈകാര്യം ചെയ്യൽ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങേര് വരുന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ് എനിക്ക്. പിന്നെ ഞാൻ അങ്ങ് അഭിനയിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ചേച്ചിക്ക് വല്ല ഡോക്ടറെ കണ്ടുകൂടെ? ഓ, അങ്ങേരോട് അങ്ങനെ പറഞ്ഞത് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞു. അതല്ല, ചേച്ചി തന്നെ പോയി ഡോക്ടറെ കണ്ടാൽ മതി. അതിന് വല്ല ക്രീമോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. എനിക്ക് വയ്യ, സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്കിഷ്ടമല്ല. അത്
കൊള്ളാം ചേച്ചി, ചേച്ചിക്ക് ഇങ്ങനെയൊരു മനസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ചോദിച്ചു, നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെന്താടി അങ്ങനെ? അല്ല, ചേച്ചി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഭർത്താവിന് കാണില്ലായിരിക്കും, ക്വാളിറ്റി കുറവല്ലേ, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ലാത്തതെന്നും. ക്വാളിറ്റി കുറവവന്? ഞാൻ പറഞ്ഞു, ആ ക്വാളിറ്റി ആവറേജ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ആ എൻ്റെ പൊന്നുമോളെ, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സ്യൂട്ടാകേണ്ടത് നിനക്കും കിട്ടി, നിനക്ക് സ്യൂട്ടാകേണ്ടത് എനിക്കും കിട്ടി. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതും? എനിക്ക് സ്യൂട്ടാകാൻ വേണ്ടിയിട്ട് വലിയ വലിയ ക്വാളിറ്റീസ് വേണമെന്നും അത് ചേച്ചി എന്നെ കളിയാക്കിയതല്ലേ? അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, മോളെ, നിൻ്റെ തുള്ളാട്ടവും നിൻ്റെ നടപ്പും എടുപ്പും കാണുമ്പോൾ എനിക്ക് ഏകദേശം പിടികിട്ടി നീ ഇൻട്രസ്റ്റുകാരിയാണെന്നും. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെയല്ല, നീ അങ്ങ് ശീലാവധിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങ് പിൻവലിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. ഞാനാണെങ്കിൽ ശരിക്കും നിൻ്റെ അന്തർദാഹത്തിന് ആഴത്തിലുള്ള ഒരു ഉപായം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഉപായം? ഓ, ഇനി നിന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറ ചേച്ചി, പറഞ്ഞു കഴിഞ്ഞാൽ നീ നോ എന്ന് പറയരുത്, അത് കേട്ടിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, ഞാൻ ഓർക്കുകയായിരുന്നു, നിനക്കെന്തായാലും നല്ല ഊർജ്ജപ്രവാഹമുള്ളതുപോലെയാണ് നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനെ നിനക്കൊന്ന് പരിചരിച്ചുകൂടെ? അതേപോലെ എനിക്ക് സ്യൂട്ടാകുന്നത് നിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവൻ വരുമ്പോൾ അവനെ പരിചരിക്കാൻ എനിക്കൊരവസരം, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. നമുക്ക് ആരും അറിയാതെ നമ്മുടെ കാര്യങ്ങൾ സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ റിസ്ക്കുമില്ല. നിനക്ക് അത്ര പെട്ടെന്നൊന്നും കുട്ടികൾ ഉണ്ടാകുകയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് ഈ ഐഡിയ ഒക്കെ എങ്ങനെ തോന്നി? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ, അങ്ങനെയൊന്നും ഇല്ലടി, എനിക്ക് അങ്ങ് തോന്നിയതാണ്. ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് ഓക്കെ ആണെങ്കിൽ എന്നോട് പറയുക. എനിക്കും സ്വസ്ഥമായൊരു ജീവിതം ഒന്ന് അനുഭവിച്ചറിയണമെന്നുണ്ട്. അതേപോലെ നിനക്കും ആവേശപ്പെടുന്ന രീതിയിലുള്ള ഒരാളായിരിക്കാം എൻ്റെ ഹസ്ബൻഡ്. അതുമാത്രമല്ല, അങ്ങേർക്ക് മറ്റു പല കാര്യങ്ങളിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മുന്നും പിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ നിനക്ക് ചിലപ്പോൾ അനുയോജ്യമായിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് ഒന്ന് തുടുത്തു. കാരണം എനിക്കത്തരം കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ട്. പരീക്ഷണങ്ങൾക്ക് പണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് അത് പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. നോർമലായി പോകുന്ന ഒരു ബന്ധമായിരുന്നു. പിന്നെ സൗന്ദര്യവും പണവുമുള്ളൊരു ഭർത്താവിനെ ആർക്കാ ഇഷ്ടമില്ലാത്തത്? ആ ഇഷ്ടങ്ങൾ കൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി ഞാനും നല്ലവളായി ജീവിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എക്സ്ചേഞ്ച് മേളയ്ക്ക് എൻ്റെ മനസ്സ് തുടിച്ചു. എൻ്റെ ഭർത്താവിനെ ഓർത്ത് എനിക്ക് പ്രശ്നമില്ല. ആ ചിന്നപ്പുള്ള എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് വരാൻ പോകുന്നതോ അതോർത്തപ്പോൾ ചേച്ചിയുടെ ആ ഓഫർ സ്വീകരിക്കണം തോന്നി. എങ്കിലും ഞാൻ പതുക്കെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം വന്നത് എൻ്റെ ഭർത്താവാണ്. അന്ന് രാത്രി അദ്ദേഹത്തിന് എന്നോട് സ്നേഹപ്രകടനങ്ങൾ കൂടുതലായിരുന്നു. ഞാനും കട്ടയ്ക്ക് പിടിച്ചു നിന്ന ശേഷം ഭർത്താവിനോട് വേറെ രീതിയിൽ ഒരു കഥയായി പറഞ്ഞ് ഈ കാര്യം അവതരിപ്പിച്ചു. ചേച്ചിയുടെ ജീവിതം കുളമായിരിക്കുകയാണ്. ഭർത്താവ് ആഭ്യന്തര പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാണ്. മുന്നും പിന്നും നോക്കാതെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ശാന്തസ്വരൂപിയായ ഒരു മനുഷ്യനെയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഭർത്താവ് സൂപ്പറാണ്, എനിക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി അങ്ങ് കെഞ്ചുമായിരുന്നു. ഇടിമോളെ, നിൻ്റെ ഭർത്താവിനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടൻ അത്തരക്കാരനല്ല, അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചി യാചിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തു. ചേട്ടാ, പ്ലീസ്, നിങ്ങൾ തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യൂ, ചേച്ചിയെ ചെറുതായിട്ടൊന്ന് സാന്ത്വനിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആദ്യം സമ്മതമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ചേച്ചി പാവമല്ലേ, ജീവിതത്തിൽ നല്ലൊരു കാലം എന്തെന്നറിയാത്ത ചേച്ചിയാണ്. ചേച്ചിക്ക് നിങ്ങൾ ഒരു വട്ടമെങ്കിലും സ്വാന്തന പരിചരണം നൽകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചു. ചേച്ചി വീട്ടിൽ അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരെയും പ്രോത്സാഹിപ്പിച്ചു വിട്ടത് ഞാനാണ്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ലെന്ന്. ചേച്ചിക്ക് സ്വന്തം കാര്യം നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരി സന്തോഷമായിട്ടാണ് മണിയറയിലേക്ക് വലത്തുകാൽ എടുത്തു വെച്ചത്. 1 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറഞ്ഞ ചേച്ചി 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏതോ യുദ്ധം ജയിച്ച രീതിയിൽ തിരിച്ചു വന്നത്. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച്
പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് മോളെ എൻ്റെ ദൈവം, കണ്ട ദൈവം. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് നീ, നിൻ്റെ ഭർത്താവും എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്നേക്കാൾ എത്രയോ നല്ലൊരു പഞ്ചവർണ്ണ കിളിയെ കൂട്ടിലടച്ച രീതിയിലായിരുന്നു ഭർത്താവിൻ്റെ മുഖഭാവവും. പക്ഷേ അപ്പോൾ എനിക്ക് വല്ലാത്തൊരു നിരാശ തോന്നി. ഇവരെ രണ്ടുപേരെയും ഞാൻ കൂട്ടിയോജിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന്. എൻ്റെ ഭർത്താവിനോട് ഒരു കാര്യങ്ങളും വിസ്തരിച്ച് പറയില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ ചേച്ചിയോട് ഞാൻ ഈ ഡീലിൽ ഏർപ്പെടാൻ പറഞ്ഞത്. ചേച്ചി ഒന്നും പറഞ്ഞില്ല. ചേച്ചിയുടെ ഭർത്താവ് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഹസ്ബൻഡിനോട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങേർക്കാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് പ്രതീക്ഷകൾ തെറ്റിക്കുമോ എന്നായിരുന്നു പേടി. കാര്യം ചേച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ചേച്ചി അങ്ങനെ വലിയ വലിയ കഥകൾ ഇറക്കിയെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ചേച്ചി എനിക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കി തന്നപ്പോഴാണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. എല്ലാത്തരം രാസവാക്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഒന്ന് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നിലോ രണ്ടിലോ എനിക്ക് അടക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ അങ്ങേരിപ്പോൾ വന്നിട്ട് 2-3 ആഴ്ചയായി. ആ 3 ആഴ്ചയും നിരന്തരം ഇവിടെ തന്നെയാണ്. ചേച്ചിക്കതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഹസ്ബൻഡ് ഈ ഇടയ്ക്ക് ഓഡിറ്റോ മറ്റോ ഉള്ളത് കൊണ്ട് 1.5 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു മാഡം. ഇനിയും ഒരാഴ്ച കഴിയുമ്പോൾ അദ്ദേഹം വരും. എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്ന് വെച്ചിട്ട് എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നല്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി പോയതാണ്. അത് കാണുമ്പോൾ ഹസ്ബൻഡിന് സംശയം തോന്നുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാനെല്ലാം തുറന്നു പറയേണ്ടി വരും. കാര്യം അത്രയ്ക്കും വലിയ മുൻമാറ്റങ്ങളും പിന്മാറ്റങ്ങളുമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. കാരണം ചേച്ചിയുടെ ഹസ്ബൻഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡുമായി ഞാൻ താരതമ്യം ചെയ്യാനേ പറ്റില്ല. അദ്ദേഹം ഒരു കാട്ടിലെ കൊലക്കൊമ്പനാണ്. ഭർത്താവ് വേണമെങ്കിൽ വഴിയിൽ കെട്ടിയിട്ടിരിക്കുന്നൊരു കാളയാണെന്ന് പറയാം. ഇപ്പം മാഡത്തിന് മനസ്സിലായല്ലോ എനിക്ക് അന്തരങ്ങളിലുണ്ടായ മാറ്റങ്ങളും കാരണങ്ങളും സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ. ഹസ്ബൻഡ് വരുമ്പോൾ തീർച്ചയായും എല്ലാം മനസ്സിലാക്കും. എല്ലാ കഥകളും പറയേണ്ടി വരും. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ഇതെടുക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യമേ എല്ലാം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ചേച്ചിക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിനോട് അമിതമായ താല്പര്യമില്ല. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ താല്പര്യങ്ങൾ കൂടുതലുമാണ്. ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ എൻ്റെ ഭർത്താവിനോടെന്ന് എനിക്ക് സംശയമുണ്ട് മാഡം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വലിയ വലിയ കാര്യങ്ങൾ മോഹിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളിതിലൊക്കെ എക്സ്പെർട്ടാണ്, കൊച്ചുകുട്ടിയൊന്നുമല്ല. പിന്നെ ഭർത്താവിനോട് ഈ കാര്യം പറയാതിരിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഇങ്ങോട്ടൊരു പാലം ഇട്ടപ്പോൾ ചേച്ചിക്ക് അങ്ങോട്ട് ചില നിബന്ധനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു കള്ളക്കളിയായിരുന്നു ഇത്. അതിൽ നിങ്ങളുടെ ഭാഗം മറച്ചു വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. ഹൈവേ ആയത് നമുക്കിപ്പോൾ ഇടറോടൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഹസ്ബൻഡിനോട് പറയുക. ഇതേപോലെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കാര്യം നമ്മൾക്കിടയിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെറിയൊരു കഥയായിട്ട് ഇപ്പോഴേ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് അങ്ങ് പറയുക. എന്തായാലും നിങ്ങൾ കാണിക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലോ അവരുടെ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ഇതുപോലെ എല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ ഞാനും ആ വലയത്തിൽ വീണു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സംഘർഷങ്ങൾ നിങ്ങളായി തന്നെ മാനേജ് ചെയ്യുക. അതിന് വേണ്ട ബുദ്ധിയൊക്കെ പെണ്ണുങ്ങൾക്ക് കാണും, ആണുങ്ങൾക്കും കാണും. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ തുറന്നു പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം എല്ലാവരും ഉടായ്പാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മാനേജ് ചെയ്ത് പോകുക. ഈ കഥയൊന്നും ആരും അനുകരിക്കരുത്, കഥയാണെങ്കിലും കാര്യമാണെങ്കിലും.